മതി എന്നുള്ളതാണ് ബി.ജെ.പി ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിലടക്കം സുരക്ഷാ സൗകര്യങ്ങൾ നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുൻവശത്താണ്. നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു സ്ഫോടനം ദില്ലിയിൽ ഉണ്ടായിരിക്കുന്നു. രാജ്യ തലസ്ഥാനത്ത് പാകിസ്ഥാന്റെ ആക്രമണമാണ് എന്ന് കരുതുന്ന തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. 9-ലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരാണ് എന്നറിയാത്തത് കൊണ്ട് തന്നെ പാകിസ്ഥാനാണ് എന്നുള്ള ഒരു സൂചന അല്ലെങ്കിൽ ഒരു നിഗമനത്തിലുണ്ട് എങ്കിൽ പോലും ആരാണ് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസും സൈന്യവും ഒക്കെ തന്നെ. രാജ്യത്തിന്റെ സുരക്ഷിതത്വം അത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ എല്ലായിടത്തെയും പ്രധാനപ്പെട്ട ഏരിയകളിൽ, പ്രത്യേകിച്ച് ജനങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ, RPF ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജ്ജമാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സജീവമായിട്ട് പോലീസും അതുപോലെ തന്നെ RPF ഉൾപ്പെടെ സൈന്യത്തിലെ എല്ലാ മേഖലയിൽ നിന്നുള്ള സുരക്ഷിതത്വം ഉറപ്പിക്കേണ്ടുന്ന എല്ലാ ഉദ്യോഗസ്ഥരും സജീവമായി കഴിഞ്ഞു. ബോംബ് സ്ക്വാഡ് അടക്കം വന്ന് പരിശോധനകൾ നടത്തിയ ശേഷമാണ് തിരുവനന്തപുരത്തടക്കം ഇന്ന് ജനങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള ഒരു അവസരം ഒരുക്കി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ജനങ്ങളും ഏറെ ജാഗ്രത പാലിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. കാരണം ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതിനു മുമ്പ് തന്നെ പലതവണ പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ രാജ്യാതിർത്തിയിൽ നിറഞ്ഞു നിന്ന പോലീസ് സംവിധാനങ്ങളും രാജ്യാതിർത്തിയിൽ നിറഞ്ഞു നിന്ന സൈന്യം അതുതന്നെയാണ് നമ്മളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയത്. എങ്കിൽ പോലും ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് കേരളത്തിലും ചില ആളുകൾ ഉണ്ട് എന്നുള്ള സൂചനകൾ അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നിരവധി ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് വലിയൊരു സ്ഫോടനം അല്ലെങ്കിൽ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ആക്രമണം തയ്യാറായി കഴിഞ്ഞു അല്ലെങ്കിൽ തയ്യാറാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ സ്ഫോടനം. ഏകദേശം 9ഓളം ആളുകളാണ് സ്ഫോടനത്തിൽ മരിച്ചതെങ്കിലും ലക്ഷ്യം വെച്ചത് ഇതിലധികം ആളുകളായിരിക്കണം എന്നുള്ളതാണ് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം ഏറ്റവും അധികം ആളുകൾ എത്തുന്ന പ്രദേശത്തായിരുന്നു കഴിഞ്ഞ ദിവസം രാജ്യത്ത് സ്ഫോടനം നടന്നത്. 4 ദിവസങ്ങളിലായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ 4ഓളം വനിതാ ഡോക്ടറെ അടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം. ഫരീദാബാദിൽ 350 കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കളും അത്യാധുനിക ആയുധങ്ങളും പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് പ്രധാനിയായിട്ട് അറസ്റ്റ് ചെയ്തിരുന്നത് ഒരു വനിതാ ഡോക്ടറെയായിരുന്നു. ഇതോടെ സംഭവവുമായി ബന്ധപ്പെട്ട് 4 ദിവസത്തിനുള്ളിൽ 4 ഡോക്ടർമാരെയാണ് അറസ്റ്റ് ചെയ്തത്. ഭീകരാക്രമണം നടത്താനുള്ള ഗൂഢാലോചന പ്രധാന പ്രതി എന്ന രീതിയിലാണ് ആ ഡോക്ടറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. ഇത്തരത്തിൽ രാജ്യത്തെ തകർക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ചില സംഘടനകൾ രാജ്യത്തിനകത്ത് തന്നെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ദില്ലി സ്ഫോടനം അത് കാർ ഓടിച്ച ഉടമ മുഹമ്മദ് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും ഇവിടെ രാജ്യം തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആരാണ് സ്ഫോടനത്തിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, എന്തായിരുന്നു ലക്ഷ്യം എന്നതടക്കമുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ
ഈ പറയുന്നത് പോലെ കേരളത്തിനകത്തും ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നത് വിലയിരുത്തിക്കൊണ്ട് തന്നെ ആ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിക്കൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട ഏരിയകളിലും ഇപ്പോൾ സുരക്ഷാ സംവിധാനങ്ങളും പരിശോധനകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ട് ഉന്നമിട്ടിരുന്നത് ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് ആയിരുന്നു എന്ന തരത്തിലുള്ള സംശയങ്ങളും നിലവിൽ വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിൽ UAPA വകുപ്പ് ചുമത്തിക്കൊണ്ട് പോലീസ് കേസെടുത്തത്. 8 പേരുടെ മരണമാണ് കേന്ദ്രം നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കറുത്ത മാസ്ക് ഇട്ടയാൾ റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഒരു കാറുമായിട്ട് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ അടക്കമാണ് ഇതിൽ നിർണായകമായിരിക്കുന്നത്. രാജ്യത്തെ നടുക്കി ദില്ലി ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തിൽ UAPA വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. തിരക്കേറിയ ചാന്ദിനി ചൗക്ക് മാർക്കറ്റിലാണ് സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടിരുന്നത് എന്നതാണ് നിലവിൽ പുറത്തുവരുന്ന സൂചന. 8 പേരുടെ മരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം 30-ലധികം പേർ ഈ പറയുന്നത് പോലെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നുള്ള സൂചനയുണ്ട്. 13 പേരോളം മരിച്ചു എന്നുള്ള ഔദ്യോഗിക കണക്കുകളും നിലവിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കൊല്ലപ്പെട്ടവർ ദില്ലി UP സ്വദേശികളാണ് എന്നുള്ളതാണ് വിവരം. ഭീകരാക്രമണമാണ് എന്ന് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചനയുമുണ്ട്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സാഹചര്യങ്ങൾ വിലയിരുത്തി വലിയ വേദന പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിക്കഴിഞ്ഞു. നടന്നത് ചാവേർ ആക്രമണമാണ് എന്നുള്ള സൂചനയും വിലയിരുത്തലുമാണ് നിലവിലുള്ളത്. കറുത്ത മാസ്ക് ഇട്ടയാൾ റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെയാണ് നടന്നത് ചാവേർ ആക്രമണമായിരിക്കാം എന്നുള്ള തരത്തിലുള്ള സൂചനകളിലേക്കും അന്വേഷണത്തിലേക്കും ഒക്കെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംവിധാനങ്ങൾ വിശ്വസിക്കുന്നത് പാകിസ്ഥാന്റെ ഒരു ആക്രമണം തന്നെ ആയിരിക്കണം ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് തന്നെ ലഷ്കർ-ഇ-തൈബ അടക്കമുള്ള സംഘടനകൾ പലതവണ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്ത് രംഗത്തേക്ക് വന്നിരുന്നു. ഇതിനിടയിൽ ഇന്ത്യയെ ആക്രമിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ലഷ്കർ-ഇ-തൈബ ഉൾപ്പെടെ പാകിസ്ഥാനിലെ ചില ഭീകര സംഘടനകൾ താല്പര്യപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി ഇന്ത്യയിലെ പല കോണുകളും ലക്ഷ്യം വെച്ചു കഴിഞ്ഞു എന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു. ആ സൂചനകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് പെട്ടെന്ന് ഇത്തരത്തിൽ രാജ്യ തലസ്ഥാനത്ത് ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അവിടെയുള്ള ആളുകൾ ഒന്നടങ്കം ഭയപ്പെട്ട കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിലൊക്കെ വന്നത് നമ്മൾ കണ്ടതാണ്. വലിയൊരു ഭീകരാക്രമണം തന്നെ ഉണ്ടായ അനുഭൂതിയായിരുന്നു എന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അന്ന് അവർ പ്രതികരിച്ചിരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ സാഹചര്യങ്ങൾ പോകുമ്പോൾ കേരളത്തിലും സുരക്ഷിതത്വം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച കേരളത്തിലെ പല കോണുകളിൽ നിന്നും ആളുകളെ വ്യതിചലിപ്പിച്ച് തീവ്രവാദ സംഘടനകളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ പല അഭിപ്രായങ്ങളും അന്വേഷണങ്ങളും ഒക്കെ ഉയരുന്ന സാഹചര്യത്തിൽ കേരളത്തിലും ഇത്തരക്കാർ തമ്പടിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും അന്വേഷണവുമാണ് സജീവമായി കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽ ഒന്നായിട്ടുള്ള തമ്പാനൂർ, അവിടെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് ഇതുപോലെ തന്നെ തിരുവനന്തപുരം എയർപോർട്ട് പോലുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലും അന്വേഷണവും അതുപോലെ തന്നെ പരിശോധനകളും സജീവമാക്കിയിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് തന്നെ ആരാണ്, ഏത് സംഘടനയാണ് ഇതിന് പിറകിലുള്ളത് എന്നത് കണ്ടുപിടിക്കാനുള്ള ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലടക്കം ഈ വിഷയത്തിൽ ചർച്ചയും തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത്. അതേസമയത്ത് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ഒരു ഇടപെടൽ തന്നെയാണ്. ഇന്ന് തന്നെ കേരളത്തിൽ നിന്ന് ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ് ബാഗിലെന്ന് അന്വേഷണ അല്ലെങ്കിൽ പരിശോധനാ സംഘം ചോദിക്കുമ്പോൾ ബാഗിലുള്ളത് ബോംബാണ് എന്ന് നിസാര തരത്തിൽ പ്രതികരിക്കുന്നു. രാജ്യത്തുള്ള ഓരോരുത്തരും പ്രത്യേകിച്ച് മലയാളികൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസാരമായിട്ടുള്ള ഒരു വിഷയമല്ല. രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ടാണ് ഇത് മാറുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകുക, അവർക്ക് യാതൊരു തരത്തിലും സംശയമോ ബുദ്ധിമുട്ടോ ഉണ്ടാകാത്ത തരത്തിൽ അവരെടുത്ത് സഹകരിച്ചുകൊണ്ട്
കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നുള്ളതാണ്. എന്തായാലും പരിശോധനയ്ക്കിടെ എന്താണ് ബാഗിലെന്ന് ചോദിച്ചപ്പോൾ ബോംബെന്ന് നിസാരവൽക്കരിച്ച് പറഞ്ഞ ആളുകളെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിയല്ല എങ്കിൽ പോലും അന്വേഷണ സംഘത്തോട് അത്തരത്തിൽ പെരുമാറിയതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്ഷൻ അടക്കം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാരുടെ ബാഗുകൾ പരിശോധിച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു രീതി തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.